നമ്മുടെ നല്ലവരായ എല്ലാ സുഹൃത്തുക്കളോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പം തന്നെ ഞാൻ 2 അപകടമാണ് ഇപ്പോൾ കണ്ടത്. ഇതൊന്നും വലിയ കാര്യമല്ല, നമ്മളെല്ലാവരും അപകടങ്ങൾ കാണുന്നതാണ്. പക്ഷെ നമ്മുടെ ഒരു നേരത്തെ അശ്രദ്ധയാണ് ഇതിനെല്ലാം വളം വെക്കുന്നത്. നമ്മുടെ വാൽപ്പാറയിൽ നടന്ന സംഭവം കണ്ടില്ലേ? പയ്യനാണെങ്കിൽ ഹെവി എടുത്തിട്ട് 3 വർഷം എങ്ങാണ്ടായതേ ഉള്ളൂ. നമ്മളിപ്പോൾ ലൈസൻസ് എടുത്ത് 1 വർഷം കഴിയുമ്പോഴെങ്ങാണ്ടാണ്, 1 വർഷമോ 2 വർഷം കഴിയുമ്പോഴെങ്ങാണ്ടാണ് ഹെവി കിട്ടുന്നത് അല്ലേ? അന്നേരം അദ്ദേഹത്തിന് എന്തും വേണ്ടി എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് നമുക്കറിയില്ല. നമ്മൾ ആരെയും കുറ്റം പറയുമല്ല. നമ്മളുടെ ഡ്രൈവർമാർ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും നമ്മൾ കാർ ഓടിക്കുന്ന കൂട്ടല്ല, ട്രാവലറൊക്കെ കൊണ്ടുപോകുമ്പോൾ എപ്പോഴും നമ്മൾ ഫസ്റ്റ് ഏത് ഗിയറിട്ട് ആണ് കയറ്റം കയറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗിയറിൽ തന്നെ നമ്മൾ ഇറങ്ങാൻ ശ്രമിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. ചില കാർ കൊണ്ടൊക്കെ പോയിട്ട് ചിലർ ന്യൂട്രടിച്ച് പോകുന്ന കാണാം. ഇറക്കമൊക്കെ വരുന്നുണ്ടെങ്കിൽ ന്യൂട്രടിച്ച് നമ്മുടെ ഇഞ്ചനിൽ നിന്നുള്ള ബന്ധം വിട്ട് കഴിഞ്ഞാൽ ഇതൊന്നും പിടിച്ചാലൊന്നും കിട്ടത്തില്ല. ഈ വണ്ടിയുടെ വെയിറ്റും ഇതുമെല്ലാം കൂടെ നമ്മുടെ കാറ് പിടിക്കുന്ന പോലല്ല. പ്രത്യേകിച്ച് ട്രാവലറും മറ്റുള്ള വണ്ടികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പം കയറിയ ഗിയറിൽ തന്നെ അല്ലെങ്കിൽ തന്നെ ഏതെങ്കിലും ഇപ്പം തേടലായിട്ട് കയറുന്നെങ്കിൽ തന്നെ സെക്കൻഡിലിട്ട് ഇറങ്ങി വന്നാലും വിഷയമില്ല. നിങ്ങളുടെ ബ്രേക്കിൽ അധികം കാല് കൊടുക്കാതിരിക്കുക, ബ്രേക്ക് ചൂടാക്കാതിരിക്കുക, അത്രയേ ഉള്ളൂ. ബ്രേക്ക് പാഡ് കണ്ടമാനം ചൂടായി കഴിഞ്ഞാൽ ഈ വണ്ടി പിടിച്ചാലൊന്നും നിൽക്കത്തില്ല. അറിയാലോ, ഞാനാണെങ്കിൽ ഒരുപാട് എന്നെക്കാളും എക്സ്പീരിയൻസും ഒരുപാടുള്ള ആളുകളൊക്കെ ഉണ്ട്. ഞാൻ എല്ലാവരോടും കൂടി പറയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും അറിയാൻ വയ്യാത്തവരായിട്ടുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ഹൈ റേഞ്ച് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ബ്രേക്ക് പാഡ് ചൂടാകും, കണ്ടമാനം ഓവർ ഹീറ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ചവിട്ടിയാൽ കിട്ടത്തില്ല. അതായത് നമ്മുടെ ചെറിയ വണ്ടികൾ, കാറൊക്കെ ആണെങ്കിൽ ഓക്കെ, ചവിട്ടിയാൽ ചിലപ്പോൾ നമ്മുടെ ടോപ്പ് ഗിയറിട്ട് വന്നു കഴിഞ്ഞാൽ ചവിട്ടിയാൽ കിട്ടുമെന്ന് പറയാം, എന്നാൽ തന്നെ കിട്ടത്തില്ല. ഓക്കെ, പക്ഷേ ഈ വലിയ വാഹനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വെയിറ്റും ഇതുമെല്ലാം ആളിന്റെയും കൂടെ ആകുമ്പോഴത്തേക്കിന് നമുക്കൊരിക്കലും വണ്ടി ബ്രേക്ക് ചവിട്ടിയാൽ കിട്ടുകയില്ല. അന്നേരം ചെയ്യേണ്ട പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റേലോ സെക്കൻഡേലോ ഹൈ റേഞ്ച് നല്ല കുത്തനെയുള്ള ഇറങ്ങി വരാൻ ശ്രമിക്കുക. ഇറങ്ങി വരുമ്പോൾ ദൈവത്തെ ഓർത്ത് ന്യൂട്രാക്കി ഇട്ടുകൊണ്ട് ഇറങ്ങി വരാതിരിക്കുക. ഫസ്റ്റോ സെക്കൻഡോ ഇടുക. എന്നിട്ട് ബ്രേക്ക് ചവിട്ടിയില്ലെങ്കിൽ പോലും ചെറുതായി ജസ്റ്റ് കാല് വെച്ച് പോന്നാൽ മതി. അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചവിട്ടി എടുത്താൽ മതി. അതേപോലെ വണ്ടി ഇറങ്ങുമ്പോഴൊക്കെ ആക്സിലേറ്ററൊക്കെ കൊടുക്കാതിരിക്കുക. ആക്സിലേറ്ററൊക്കെ കൊടുക്കാതെ ഇറങ്ങി വരിക. ഓക്കെ, ഇപ്പം തന്നെ ഞാനാണെങ്കിൽ 2 അപകടം കണ്ടു. ഇപ്പം വെഞ്ഞാറമൂട് വെച്ച് ഒരു കാർ, നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ വെച്ച് തന്നെ ഒരു കാറ് റോങ് സൈഡ് കയറി വന്ന് വഴി യാത്രക്കാരനെ ഇടിച്ച് തെറിപ്പിച്ച് ആ വണ്ടിക്കാരനെ ആ ഗ്ലാസ് എല്ലാം പൊട്ടിച്ച് അതിൻ്റെ മണ്ടയ്ക്ക് വീണ്. അന്നേരം ഈ അപകടം എപ്പം ഇതുവഴി ആ പയ്യനെ എങ്ങനെ ഉണ്ടെന്നൊന്നും അറിയത്തില്ല. ഞങ്ങൾ അവിടെ ഭയങ്കര ബ്ലോക്കായിരുന്നു, നിൽക്കാൻ പറ്റിയില്ല, ഞങ്ങളിഞ്ഞ് പോന്നു. ഓക്കെ, എല്ലാവരും വാഹനം ഓടിക്കുമ്പോൾ രാത്രി കാലങ്ങളിലൊക്കെ ശ്രദ്ധിച്ച് പോവുക, ദൈവത്തെയൊക്കെ വിളിച്ച് പോവുക. ദൈവമാണ് തുണ. ദൈവം കഴിഞ്ഞേ ഉള്ള എല്ലാവരും. നമ്മളാരും വലിയവനൊന്നുമല്ല. ആരും ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിൽ ആരും ഭൂമിയിൽ ആരും വലിയവനല്ല. ദൈവം കഴിഞ്ഞുള്ള പരിപാടിയേ ഉള്ളൂ. ദൈവത്തെ വിളിച്ചു പോവുക. ദൈവത്തെ അഹങ്കരിക്കാതെ നമ്മൾ ദൈവത്തെ വിളിച്ച് തന്നെ പോകാൻ ശ്രമിക്കുക. പിന്നെ വരുന്ന ആപത്തുകളൊക്കെ ദൈവം കൂടെ കൈകാര്യം ചെയ്തോളും. പറഞ്ഞ് മനസ്സിലായോ? നമ്മൾ പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ, ഞാനാണെങ്കിത് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞതെന്നല്ല. ഞാനിപ്പോൾ ആണെങ്കിൽ ഒരു അപകടം കണ്ടതുകൊണ്ട് ഞാനാണെങ്കിൽ എളുപ്പം ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നിറയെ നമ്മുടെ ഡ്രൈവേഴ്സ് സുഹൃത്തുക്കളും എല്ലാവരും കേൾക്കുക. അറിയാവുന്നവർ മറ്റുള്ളവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക.
ഹെവി ഹൈ റേഞ്ച് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കും, മനസ്സിലാക്കുക. ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ബൈ.